ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയും സമസ്ത ഒരു മതസംഘടനയുമാണല്ലോ. ലീഗിന് വേണ്ടത് വോട്ടുകളാണ്, സമസ്തക്ക് വേണ്ടത് അവരെ അനുസരിക്കുന്ന കുറച്ച് അനുയായികളെയുമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഘടനകളും വേറിട്ടു പ്രവർത്തിക്കുന്നതാണ് നല്ലത്. സമസ്തക്ക് സുന്നികളെ മാത്രമേ ഉൾക്കൊള്ളാനാകൂ, ലീഗിന് പക്ഷെ അതല്ല. അതിന് ജാതിയോ മതമോ നോക്കാതെ ആരെയും ഉൾക്കൊള്ളാനാകും. കാരണം അതിന്റെ ലക്ഷ്യം നേടാൻ വോട്ടുകളാണ് വേണ്ടത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദുകൾ, തബ്ലീഗുകാർ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, നിരീശ്വരവാദികൾ എന്നുവേണ്ട സകല വിഭാഗങ്ങളുടെയും വോട്ടുകൾ അവർക്ക് സ്വീകരിക്കേണ്ടി വരും. കാരണം എല്ലാവരുടെയും വോട്ടിന് ഒരേ മൂല്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തണമെന്ന് ലീഗിനോട് പറയുന്നത് അസംബന്ധമാണ്. ഇവിടെ ദൈവമില്ല എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടല്ലോ. ദൈവവിശ്വാസിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയുമോ? ഒരിക്കലുമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശ്വാസമല്ല പ്രധാനം, വോട്ടുകളാണ്. അത് ലഭിക്കാൻ പാതാളം വരെ താഴാൻ അവർ തയ്യാറായിരിക്കും. ജയിച്ചു കയറിയാൽ തനി നിറം പ്രകടിപ്പിക്കുമെങ്കിലും. ചുരുക്കത്തിൽ സമസ്തയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ലീഗോ ലീഗിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സമസ്തയോ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ഈ തിരിച്ചറിവ് രണ്ടു സംഘടനകൾക്കും ഉണ്ടായാൽ ഇന്നത്തെ പ്രശ്നം അവസാനിക്കും. ലീഗിലെ മുജാഹിദുകൾ മുജാഹിദിനു അനുകൂലമായി പറയും, സുന്നികൾ സുന്നികൾക്ക് അനുകൂലമായും പറയും. അത് പക്ഷേ ലീഗിന്റെ നയമല്ല. ലീഗിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത വിശ്വാസധാരയിലുള്ളവരോട് അവരുടെ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കരുത് എന്ന് ലീഗിന് പറയാനൊക്കുമോ? ഒരു കാര്യം നാം അറിഞ്ഞിരിക്കുക. സുന്നി സുന്നിക്കും, മുജാഹിദ് മുജാഹിദിനും, ഹിന്ദു ഹിന്ദുവിനും, നിരീശ്വരവാദി നിരീശ്വരവാദിക്കും മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ സമസ്തയോ മുജാഹിദോ ജമാഅത്തോ ഒന്നും ഇവിടെ ഉണ്ടാകില്ല. അത്തരം വാദഗതികൾക്ക് നാം തന്നെ തുടക്കം കുറിക്കണോ എന്ന് സ്വയം ചിന്തിക്കുക, മറ്റുള്ളവർ ചിന്തിപ്പിക്കുന്നതിനു മുമ്പ്.